ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും നല്ലപോലെ എഴുതിയല്ലേ? ഫുൾ മാർക്ക് മേടിക്കുമല്ലോ? മേടിക്കുന്നു, മാമിനെ അറിയാം. എല്ലാവരും നല്ല കുട്ടികളാണ്, നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ യശോദയും കണ്ണയും എന്നുള്ളൊരു പാഠം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെല്ലാവരും അത് പഠിച്ചു വെക്കുക. നല്ലൊരു കവിതയാണ്, കൃഷ്ണന്റെ കവിതയാണ് അല്ലേ? യശോദയെയും കൃഷ്ണനും ഉള്ള കവിതയായിരുന്നു യശോദയും കണ്ണനും. ആരാണ് എഴുതിയത്? ചെറുശ്ശേരി. ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? കൃഷ്ണഗാഥ അല്ലേ? കൃഷ്ണഗാഥയിൽ നിന്ന് ചെറുശ്ശേരി എഴുതിയ കവിതയായിരുന്നു യശോദയും കണ്ണനും. അപ്പൊ ആ കവിത പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കഥയാണ് രാജുവും അച്ഛൻ. അപ്പൊ ഇന്നത്തെ പാഠത്തിന്റെ പേരെന്താണ്? രാജുവും അച്ഛനും. അപ്പോൾ രാജുവും അച്ഛനും ഉള്ള സംഭാഷണമാണ് നമ്മളുടെ പാഠം. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. രാജുവിന്റെ അച്ഛന് ഒരു പുതിയ സ്കൂട്ടർ വാങ്ങുന്നു. അപ്പൊ അവൻ തോന്നുകയാണ് അച്ഛനായിട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റാൻ പോകണം. അച്ഛൻ പറഞ്ഞു വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. രാജു പറയാണ് ഞാനും അച്ഛൻ്റെ കൂടെ പോരുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് സ്കൂട്ടറിൽ ആര് പോകുകയാണ്? രാജു പോകുകയാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് മേടിക്കുന്ന സാധനത്തിന്റെ പേരെന്താണ്? അതിന്റെ ഉപയോഗം എന്താണ്? അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അങ്ങനെ കുറേ സംശയങ്ങൾ ഇവന്റെ മനസ്സിലുണ്ട്. ഈ സംശയങ്ങളൊക്കെ അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ അതിന് മറുപടി പറയുന്നു. ഇങ്ങനെ അച്ഛനും മോനും തമ്മിലുള്ളൊരു സംഭാഷണമാണ് നമ്മുടെ ഈ പാഠം. എല്ലാവർക്കും കഥ ഇഷ്ടമാണല്ലോ? ഇഷ്ടമാണ്. ഇത് കഥ പോലെയുള്ള ഒരു പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമ്മുടെ പാഠത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞത് മാം? രാജുവും അച്ഛനും. പേജ് നമ്പർ 27. പാഠം 10, രാജുവും അച്ഛനും. രാജു അന്ന് പതിവിലും നേരത്തെ ഉണർന്നു. അവൻ വളരെ ഉത്സാഹത്തിലാണ്. അച്ഛൻ വാങ്ങിച്ച സ്കൂട്ടറിൽ തനിക്കും ഇന്ന് അച്ഛനോടൊപ്പം യാത്ര ചെയ്യാം. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനാണ് അച്ഛൻ കടയിലേക്ക് പോകുന്നത്. മുൻവശത്ത് അച്ഛൻ സ്കൂട്ടർ തുടയ്ക്കുന്നു. അതിൻ്റെ പെട്രോൾ ടാങ്കിൽ പെട്രോൾ ഉണ്ടോ എന്ന് നോക്കുന്നു. ടയർ ഞെക്കി നോക്കുന്നുണ്ട്. രാജു അച്ഛൻ്റെ സമീപത്ത് ചെന്ന് ചോദിച്ചു, പെട്രോൾ കിട്ടുന്നത് എവിടെ നിന്നാണ്? അച്ഛൻ പറഞ്ഞു, ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഇന്ധനമാണ് പെട്രോൾ. നമുക്ക് ആഹാരത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്നത് പോലെ സ്കൂട്ടറിന് പെട്രോളിൽ നിന്നാണ് ഊർജം ലഭിക്കുന്നത്. ഇപ്പോൾ പാഠഭാഗം വായിച്ചു. ഇനി അത് എന്താണ്? നമുക്ക് ഓരോ വരിയായിട്ട് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. രാജു അന്ന് പതിവിലും നേരത്തെ ഉണർന്നു. അപ്പൊ സാധാരണ ദിവസത്തെക്കാളും നേരത്തെ രാജു ഉണർന്നു. അപ്പൊ നമ്മുടെ കഥയിലെ ഇതാരെ പറ്റിയാണ് ഈ പാഠഭാഗം പറയുന്നത്? രാജുവിനെ പറ്റിയാണ്. രാജു നേരത്തെ എഴുന്നേറ്റു. കാരണമുണ്ട്. അവൻ വളരെ ഉത്സാഹത്തിലാണ്, അവൻ വളരെ സന്തോഷത്തിലാണ്. അവന്റെ ഇന്നത്തെ സന്തോഷത്തിന് കാരണം എന്താണ്? അച്ഛൻ വാങ്ങിച്ച സ്കൂട്ടറിൽ തനിക്കും ഇന്ന് അച്ഛനോടൊപ്പം യാത്ര ചെയ്യാം. അവൻ ഇന്ന് നേരത്തെ എനിക്കുള്ള കാരണം എന്താ? അച്ഛന് പുതിയ സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ട്. ആ സ്കൂട്ടറിൽ അവനും കൂടി പുറത്തേക്കൊന്ന് ചുറ്റാൻ പോകാം. പുറത്തെ കാര്യങ്ങളൊക്കെ കാണാം, കടയിൽ പോകാം, സാധനങ്ങൾ വാങ്ങാം, അച്ഛൻ്റെ കൂടെ ഇരുന്ന് പോകാം. ആ സന്തോഷത്തിലാണ് നമ്മുടെ രാജു നേരത്തെ എഴുന്നേറ്റത്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനാണ് അച്ഛൻ കടയിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളോ വീട്ടിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് അച്ഛൻ എവിടേക്ക് പോകുന്നത്? കടയിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ അച്ഛൻ്റെ കൂടെ പോകാറുണ്ടോ? സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങളെയും കൊണ്ടുപോകാറുണ്ടോ? ഇപ്പൊ കൊറോണയെ കാരണം കൊണ്ടുപോകുന്നുണ്ടാവില്ല. അല്ല എങ്കിൽ അച്ഛൻ്റെ കൂടെ പോകാം, പുറത്തേക്ക് പോയിട്ട് ചോക്ലേറ്റ് കഴിക്കാം, ഐസ്ക്രീം കഴിക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോകാനാണ് ആരും ഒരുങ്ങിയിരിക്കുന്നത്? നമ്മുടെ രാജു. മുൻവശത്ത് അച്ഛൻ സ്കൂട്ടർ തുടയ്ക്കുന്നു. അതിൻ്റെ പെട്രോൾ ടാങ്കിൽ പെട്രോൾ ഉണ്ടോ എന്ന് നോക്കുന്നു. അച്ഛൻ എന്താ ചെയ്യുന്നത്? കാലത്ത് സ്കൂട്ടർ തുടച്ച് ഭംഗിയാക്കുന്നുണ്ട്.
അതിന്റെ പെട്രോൾ ടാങ്കിൽ പെട്രോൾ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. കാരണം പുറത്തേക്ക് പോകുന്നതാണ്, പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി ഇടയിൽ വെച്ച് നിൽക്കും. ടയർ ഞെക്കി നോക്കുന്നുണ്ട്, സ്കൂട്ടറിന്റെ ടയർ നോക്കി അതിലെ കാറ്റ് പോയിട്ടുണ്ടോ, പഞ്ചറായിട്ടുണ്ടോ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അച്ഛൻ പരിശോധിക്കുന്നുണ്ട്. രാജു അച്ഛന്റെ സമീപത്ത് നിന്ന് ചോദിച്ചു, പെട്രോൾ എവിടെന്നാ കിട്ടുന്നത്? അല്ലെ, പെട്രോൾ കിട്ടുന്നത് എവിടെന്നാണ്? നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഒരു സംശയം, എവിടെന്നാ കിട്ടുക, എങ്ങനെയാ കിട്ടുക എന്ന് ചോദിക്കില്ലേ? ഇവൻ ചോദിക്കുന്നത് എന്താണ്? പെട്രോൾ എവിടെന്നാണ് കിട്ടുന്നത്? അപ്പൊ അച്ഛൻ എന്താ മറുപടി പറഞ്ഞത്? അച്ഛൻ പറഞ്ഞു, ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു ഇന്ധനമാണ് പെട്രോൾ. ഇപ്പൊ ഇന്ധനം എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, അല്ലേ? ഇപ്പൊ നമ്മള് ഓയിലുണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. അപ്പൊ വെളിച്ചെണ്ണ എവിടെ നിന്നാണ് കിട്ടുക? നമ്മൾ ചോദിച്ചത് എവിടെ നിന്നാണ്? തേങ്ങയിൽ നിന്ന്, അല്ലേ? നമ്മൾ ഉപയോഗിക്കുമ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ വെളിച്ചെണ്ണ അത് എവിടെ നിന്നാ കിട്ടുക എന്ന് ചോദിച്ചാൽ അമ്മ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക്? തേങ്ങയിൽ നിന്നാണ്. തേങ്ങ എവിടെ നിന്നാ കിട്ടുക? തെങ്ങിൽ നിന്ന്, അല്ലേ? നിങ്ങൾ വീട്ടിൽ തെങ്ങ് കാണുമ്പോൾ ആ തെങ്ങിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? തേങ്ങ കിട്ടുന്നത്. ആ തേങ്ങ ഉടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യും? കൊപ്രാട്ടാനാക്കിയിട്ട് കൊണ്ടുപോകും. ആ ആട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വെളിച്ചെണ്ണ കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി വെളിച്ചെണ്ണയാക്കാറുണ്ട്, അല്ല എങ്കിൽ കടയിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? തേങ്ങയിൽ നിന്നാണ്. അതേപോലെ തന്നെ ചോദിക്കുകയാണ്, പെട്രോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ഇന്ധനമാണ് എന്ത്? പെട്രോൾ. നമുക്ക് ആഹാരത്തിൽ നിന്ന് ഊർജം എന്ന് പറഞ്ഞാൽ ശക്തി ലഭിക്കുക. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വളരെ ഉഷാറായിട്ട് വരില്ലേ? നമുക്ക് നടക്കാനുള്ളത്, ഇരിക്കാനുള്ളത്, നമുക്ക് ശക്തി. ആ ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ ശക്തി കിട്ടുന്നു. അതുപോലെ സ്കൂട്ടറിനുള്ള ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പെട്രോളിൽ നിന്നാണ്. അപ്പോ സ്കൂട്ടർ ഓടാനുള്ള ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പെട്രോൾ, അല്ലേ? നമുക്ക് നടക്കാനുള്ള ശക്തി ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആഹാരം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് നടക്കാനുള്ള ഊർജം ലഭിക്കുക. അപ്പൊ നല്ല ആഹാരം കഴിക്കണം, വൃത്തിയുള്ള ആഹാരം കഴിക്കണം, അല്ലേ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ മൂല്യമുള്ള ആഹാരം കഴിക്കേണ്ടതാണ്. നല്ല ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെയാണ് നമ്മുടെ ആരോഗ്യം നമുക്ക് കൂടുള്ളൂ, അല്ലെങ്കിൽ അസുഖങ്ങൾ വരും. അപ്പൊ നമ്മുടെ രാജു എന്താണ് പറയുന്നത്? അച്ഛൻ മേടിച്ച പുതിയ സ്കൂട്ടർ മേടിക്കുന്നു. ആ സ്കൂട്ടറിലെ ഒഴിക്കുന്നതായിരുന്നു, സ്കൂട്ടറിൽ ഓടുന്നത് എങ്ങനെയാണെന്ന് അവനെ അറിയണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, പെട്രോൾ ഒഴിച്ചിട്ടാണ് സ്കൂട്ടർ ഓടുന്നത്. ആ പെട്രോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇന്ധനമാണ് പെട്രോൾ എന്ന് അച്ഛൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? രാജുവിനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലോ? മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.